ഹായ്. ഹായ്. അപ്പൊ നാളെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പൂരം വിയൂര് മണ്ണാർക്കാവ് വേല. ഇന്ന് തലേദിവസമാണ്, ബുധനാഴ്ച. അപ്പൊ ഇന്ന് തലേദിവസമാണ്. അപ്പൊ ഇന്ന് ചെറുവക ഒരു ആനനെ വെച്ചിട്ട് ചെറിയൊരു ആനപ്പൂരം, പഞ്ചവാദ്യം ഇതൊക്കെ ഉണ്ട്. കാവടിയൊക്കെ ഇവിടെ മെയിൻ കാവടിയാണ്. നമ്മുടെ വിയൂർ കാവടി കേട്ടിട്ടില്ലേ? അപ്പൊ അടിപൊളിയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങും. അല്ല 9 മണിക്കല്ലേ തുടങ്ങാ? ഏകദേശം 9 മണിക്ക് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തോ. ഓരോ സെറ്റുകാരുണ്ട്, കുറെ ടീമുകളുണ്ട് കാവടി. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ വന്ന് ശിങ്കാരിമേളം, പിന്നെ അമ്പലക്കാവടി, പൂക്കാവടി, അതിന്റെയൊക്കെ നല്ല കാവടിയാട്ടം ഉണ്ടാവാറുണ്ട്. തലേദിവസം ഞങ്ങളൊന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ ഈ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 10 മീറ്റർ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടുന്ന് ഇപ്പൊ രാവിലെ കഴിഞ്ഞ് അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് നന്നായി കേൾക്കാൻ പറ്റും. അത്രയും അടുത്താണ് വീട്, അവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഞങ്ങളിപ്പോ എന്തായാലും തലേദിവസം ഒന്ന് ലൈറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത്. എനിക്കിന്ന് ഡാൻസ് ഉണ്ടായിരുന്നു, ഇവിടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഒരു 7 മണിക്കായിരുന്നു. അത് വന്നിട്ട് വളർക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവീക്ഷേത്രത്തിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി കളി കഴിഞ്ഞ് ഇപ്പൊ ഒരു 8:15 കൂടിയിട്ട് എത്തി. പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നേരെ ഇറങ്ങി ഇവിടേക്ക്. ബാലസംഘത്തിന് 50 വർഷമുണ്ട്. ബാലസംഘം കാവടി ഉണ്ട്, അതിന് 50 വർഷമുണ്ട്. അപ്പൊ അതിന്റെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എഴുത്തച്ഛൻ സമാജം, പിന്നെ ബാലസമാജം, പിന്നെ ഗുരുദേവ സമാജം, ശ്രീനാരായണ, നമ്മുടെ കാവ്യചേതന, അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഉച്ചക്ക് 2:30 വരയ്ക്കും ഉണ്ടാവും കാവടി. ഓരോ ടീമുകാരും. അത് കഴിഞ്ഞ പിന്നെ ആനപ്പൂരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കാവടിയാണ്. രാത്രി ഇതേപോലെ 9 മണിയാകുമ്പോ, 9 മണിക്ക് തന്നെയല്ലേ തുടങ്ങാം. 9 മണിക്കൊക്കെ പുലർച്ചെ 2 മണി വരെയൊക്കെ ഉണ്ടാവും. എനിക്ക് എപ്പോഴും രാത്രിയൊക്കെ വന്ന് നിക്കണം എന്നുണ്ടാവും കേട്ടോ. പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നല്ല അങ്ങനെ ഉറക്കം വരും. ഇന്ന് ഇപ്രാവശ്യം ഉറക്കം വരാൻ പാടില്ല. നമുക്ക് വീഡിയോ കൂടിയുള്ളതാണ്. അതെ. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പിള്ളേരവിടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോയി അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിവിടെ അവര് പറഞ്ഞ പോലെ വീഡിയോക്ക് വരില്ല, അവർക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ നിൽക്കുമ്പോ ഒരുപാട് സൗണ്ട് കേൾക്കണം. അപ്പൊ സംസാരിക്കുമ്പോ കേൾക്കില്ലല്ലോ എന്ന് വിചാരിച്ച കുറച്ചും കൂടി നീങ്ങിയതാണ്. അങ്ങനെ പിന്നെ നാളത്തെ ഫുഡൊക്കെ പുറത്ത് ഏൽപ്പിക്കുക ചെയ്തത് കേട്ടോ. നമുക്ക് നടക്കില്ല. ആദ്യമൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6-7 വർഷം മുമ്പൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയായിരുന്നു സദ്യവട്ടങ്ങളും. സദ്യ മാത്രല്ല, പൂരത്തിലുള്ള അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. അമ്മ എല്ലാം ഉണ്ടാക്കി. 3-4 ടൈപ്പ് പലഹാരങ്ങളൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കും. എല്ലാവരും അപ്പൊ മേമമാരും ഉണ്ണേന്റെ പാപ്പന്മാരും ഭാര്യമാരും എല്ലാവരും വരുമായിരുന്നു. അപ്പൊ എല്ലാവരും ക്ഷണിക്കാറുണ്ട്. പിന്നെ ഉണ്ണേന്റെ വർക്ക് ചെയ്ത കടയിൽ തന്നെ ഇപ്പൊ പിന്നെ ഞങ്ങള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വീട്ടിലേക്ക് മാറിയപ്പോഴേ അപ്പൊ ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട് മുകളിലാണല്ലോ. അപ്പൊ കുറച്ച് സൗകര്യം കുറവാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മള് പിന്നെ അത് മാത്രല്ല, നമ്മൾ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ നേരത്തെ 4 മണിക്കൊക്കെ എണീറ്റിട്ടായിരിക്കും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോഴത്തേനും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആകെ ക്ഷീണാവും. അപ്പൊ കാവടി നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റില്ല. ആ സമയത്തൊക്കെ നമുക്ക് ആകെ ക്ഷീണം വരും. അപ്പൊ പിന്നെ അതിന് ഇതൊക്കെ ആയതിനു ശേഷം നമുക്ക് ഫുഡ് ഞങ്ങൾ മാത്രമല്ല, ഒരുവിധ ആൾക്കാരൊക്കെ തന്നെയാണ്. കാരണം എല്ലാവരും ബിസി ആയിരിക്കും. കാവടി കാണാൻ വരണം, നമ്മളത് എൻജോയ് ചെയ്ത് കാണണമല്ലോ. അതാണല്ലോ മെയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആ സമയത്ത് വയ്യാണ്ട് ക്ഷീണമായിട്ട് കിടക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ തുടങ്ങി ഞങ്ങള് ഫുഡ് ഏൽപ്പിക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം പിന്നെ അങ്ങനെ അധികം ഗസ്റ്റോ അങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങള് തന്നെ പിന്നെ എൻ്റെ അമ്മ, അനിയത്തിമാര്, പിന്നെ എൻ്റെ അമ്മയും അച്ഛനും അനിയന്മാരും വരും. അത്രേ ഉള്ളൂ. പിന്നെ വേറെ ആരും ഇല്ല. ഇവരും സ്പ്രിംഗ് പൊട്ടറ്റോ ബലൂൺ എവിടുന്ന കയ്യിലുണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്ന 2-3 ദിവസമായിട്ട് ഹൈഡ്രജൻ ബലൂൺ പിന്നാലെയാണ്. കുറെ കെമിക്കലും എന്തൊക്കെ വാങ്ങിച്ചപ്പോ എന്താ വാങ്ങിച്ചത്? കാസ്റ്റിക് സോഡ, ഒരു പാക്കറ്റ് ബലൂൺ, പിന്നെന്താ വാങ്ങിച്ചത്? അലുമിനിയം ഫോയില്. അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ട് ഇവൻ കുറെ നേരം ഈ 2 ദിവസമായി തുടങ്ങിട്ട് ബലൂണൊക്കെ വെച്ചിട്ട് കുപ്പിയുടെ മുകളില് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കല്.
ഡാൻസ് ഉണ്ടായിരുന്നു. അതെ അതെ. തിരുവാതിരക്കളി ഇന്നിപ്പുണ്ടായിരുന്നു. ഇന്നുണ്ടായിരുന്നു. ഇന്നുണ്ടായിരുന്നു. വളർക്കാവിലായിരുന്നു. അടുത്ത ആഴ്ചയാണ് അത്. അതെ അതെ. നമ്മുടെ അയൽവക്കാണ് കേട്ടോ. അപ്പൊ ഇവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ്. എല്ലാരും വന്ന് ഇങ്ങേട്ടൻ തന്നെ ഇങ്ങേട്ടനെ പോരണ്ടല്ലോ. അപ്പൊ വേറെ അവരാരും വന്നില്ലേ? അവരാരും വന്നില്ലേ? ആനപ്പൂരൊക്കെ കണ്ടു. കൊറേ പേര് നമ്മുടെ വീഡിയോ കണ്ടവരുണ്ടായിരുന്നു കേട്ടോ. കൊറേ പേര് വന്ന് സംസാരിച്ചു നമ്മളോട്. അങ്ങനെ അപ്പോൾ കുറച്ചു നേരം ആനപ്പൂരമൊക്കെ കണ്ടിട്ട് ഇതിപ്പോ വീട്ടിലേക്ക് പോവാന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. ക്ഷീണമായി കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും. തലേദിവസം കുറച്ച് തിരക്ക് കുറവാ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തന്നെ ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ കുറുക്കഞ്ചേരി പോയുണ്ട്. അവിടെയും കാവടി ഭയങ്കരമാണ്. അപ്പൊ അവിടെ ഇവിടെ കാവടിയുടെ ഭയങ്കര കേന്ദ്രങ്ങളാണ്. അപ്പൊ ഇന്ന് അവിടുത്തെ അപ്പൊ നാളെ ആയിരിക്കും ഇവിടുത്തെ തിരക്ക്. കാരണം ഇന്നിപ്പോ ഇവിടെ ഉള്ളവരടക്കം അങ്ങോട്ട് പോയിണ്ടാവും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് നാളെ അടിപൊളി കാവടി വീഡിയോ. ബൈ.